ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഇന്ന് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ട് കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെമ്മീനും പയറും കൂടിയുള്ളൊരു മെഴുക്ക് വരട്ടി. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ കേരള റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പയർ വേവിച്ചെടുക്കണം. അതിനായിട്ട് മീഡിയം ഹൈ ഫ്ലെയിമിൽ പയർ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതും പച്ചമുളകും ആഡ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പയർ ഒരു 80% വേവുന്ന വരെ അടുപ്പത്ത് വെക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് 80% കുക്കാവുന്ന വരെ. ആ സമയം കൊണ്ട് നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ ചതച്ചെടുത്ത് വെക്കാം. അപ്പോൾ പയർ ഒരു 80% കുക്കായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പയർ വേവിച്ച വെള്ളം ഉണ്ടാവും, പിന്നെ ചെമ്മീനിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം വരെ വേവിച്ചാൽ മതി, ഇല്ലെങ്കിൽ പ്രോൺസ് വല്ലാണ്ട് കുക്കായി പോകും. അപ്പോൾ നമുക്കത് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഇനി അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഇരുമ്പ് ചീഞ്ചട്ടി ഞാൻ മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ ചതച്ചെടുത്തിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചോക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ കളർ മാറുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കായ ഉടനെ നമുക്ക് ഇതിലേക്ക് ചുവന്ന മുളക് ചതച്ചതുണ്ടാവുന്നു, ഇടിമുളകും, അത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എരിവിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ചെമ്മീനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. എക്സസ് ഉണ്ടായിരുന്ന വെള്ളം ഞാൻ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ സ്റ്റേജിൽ ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള റെസിപ്പി റെഡിയാവും. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി ഇതിനൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി കിട്ടും. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ.